സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് മൂത്രത്തിൽ പഴുപ്പ് അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഒ പികളിൽ മറ്റു അസുഖങ്ങളായിട്ട് വരുന്ന സ്ത്രീകളിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് കേസ് എടുക്കുന്ന സമയത്താണ് അവർ പറയുക, ഡോക്ടറെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂത്രത്തിൽ പഴുപ്പിൻ്റെ ബുദ്ധിമുട്ട് വരുന്നുണ്ടെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ മൂത്രത്തിൽ പഴുപ്പിൻ്റെ ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ മൂത്രത്തിൽ പഴുപ്പ് വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ഫാത്തിമ തഷ്ഫിന ഫ്രം ഡോക്ടർ ഹിബാസ് അരോവിയ ക്ലിനിക്, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല. മൂത്രത്തിൽ പഴുപ്പ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് സ്ത്രീകളിലാണ്. പുരുഷന്മാരിലും കാണാം, എങ്കിലും കൂടുതലായിട്ട് കണ്ടുവരുന്നത് സ്ത്രീകളിലാണ്. ഇതിന് കാരണം എന്തെന്ന് വെച്ചാൽ സ്ത്രീകളുടെ മലദ്വാരവും മൂത്രനാളവും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ അവരുടെ മൂത്രനാളവും മൂത്രസഞ്ചിയും തമ്മിലുള്ള ഡിസ്റ്റൻസും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവർ ക്ലീൻ ചെയ്യുന്ന അവരുടെ ജെനിറ്റൽ ഏരിയ ക്ലീൻ ചെയ്യുന്ന സമയത്ത് മലദ്വാരത്തിനടുത്തുള്ള ബാക്ടീരിയാസ് പെട്ടെന്ന് തന്നെ മൂത്രനാളത്തിലോട്ട് സ്പ്രെഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ ബ്ലാഡറിലോട്ടും സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ അവരുടെ ജെനിറ്റൽ ഏരിയ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് വൈപ്പ് ചെയ്യാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കുക. ഇനി ഈ മൂത്രത്തിൽ പഴുപ്പ് സ്ത്രീകളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ചൂട് സമയത്തോ അല്ലെങ്കിൽ മുസ്ലിംസിനാണെങ്കിൽ അവരുടെ നോമ്പ് ടൈമിലൊക്കെയാണ് കൂടുതലായിട്ട് മൂത്രത്തിൽ പഴുപ്പ് കണ്ടുവരുന്നത്. അപ്പോൾ മൂത്രത്തിൽ പഴുപ്പ് വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ശരീരത്തിലുള്ള വാട്ടർ കണ്ടന്റ് കുറയുമ്പോഴാണ്, വെള്ളം കൂടി കുറയുമ്പോഴാണ് മൂത്രത്തിൽ പഴുപ്പ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇടയ്ക്കിടെ മൂത്രത്തിൽ പഴുപ്പുള്ളവർ തീർച്ചയായും ഒരു 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം ഡെയിലി എന്തായാലും കുടിച്ചിരിക്കണം. ഇപ്പോൾ ഒ പിയിൽ ഇങ്ങനെ UTI കേസുകൾ വരുമ്പോൾ നമ്മൾ അവരോട് അഡ്വൈസ് ചെയ്യുന്നതാണ് 3 ലിറ്റർ വെള്ളത്തോളം കുടിക്കാൻ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നതാണ്. പക്ഷെ അവർ പലപ്പോഴും പറയുന്നത്, ഡോക്ടറെ ഈ ജോലി തിരക്ക് കാരണം അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകൾ കാരണം ഞങ്ങൾ മറന്നു പോകുന്നു, വിട്ടുപോകുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതിന് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് ഒരു ബോട്ടിൽ വെള്ളം നിറച്ച് വെക്കുക, എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ കുടിച്ചു തീർക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ക്യാബിനിലൊരു ബോട്ടിൽ വെള്ളം നിറച്ച് വെക്കാം, അല്ലെങ്കിൽ വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ അവർ കിച്ചണിൽ അല്ലെങ്കിൽ ഹാളിൽ ഇടയ്ക്കിടയ്ക്ക് കാണുന്നവരടുത്ത് വെള്ളം നിറച്ച് വെക്കുകയും മണിക്കൂറിൽ 1 ഗ്ലാസ് വെച്ചെങ്കിലും ഈ ഇടയ്ക്കിടെ മൂത്രത്തിൽ പഴുപ്പ് ബുദ്ധിമുട്ടുള്ളവർ കുടിച്ചിരിക്കൽ നിർബന്ധമാണ്. കാരണം ധാരാളം വെള്ളം കുടിച്ചാലേ ഈ ബാക്ടീരിയാസ്, മൂത്രസഞ്ചിയിലുള്ള ബാക്ടീരിയാസ് ഫ്ലഷ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക. ഈ വെള്ളത്തിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫ്രൂട്ട് ജ്യൂസസും കൂടുതലായിട്ട് കുടിക്കാം. ജ്യൂസ് കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഷുഗർ കണ്ടൻറ്റ് കുറയ്ക്കുക. ഷുഗർ ഒഴിവാക്കിയിട്ട് വേണം ജ്യൂസസ് കുടിക്കാൻ. അതോടൊപ്പം നിങ്ങൾക്ക് ബാർലി വെള്ളം കുടിക്കാം. ബാർലി വെള്ളം ഒരു നല്ലൊരു ഡയൂറിറ്റിക് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ബാർലി വെള്ം കുടിക്കാം. അതുപോലെ ക്രാൻബെറി ജ്യൂസ്, അതായത് നമ്മുടെ നാട്ടിൽ കണ്ടുന്ന ലവലോലിക്ക ജ്യൂസ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ലവലോലിക്കയിൽ അടങ്ങിയിട്ടുള്ള പ്രോആന്തോസയനൈഡിൻ എന്നൊരു കണ്ടൻറ്റ് ഇത് ബാക്ടീരിയൽ ഗ്രോത്തിനെ തടയുകയും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ തുടർച്ചയായിട്ട് ഈ ബുദ്ധിമുട്ടുള്ളവരിൽ ക്രാൻബെറി ജ്യൂസും ബാർലി വെള്ളവും ധാരാളം, നമ്മൾ പ്ലെയിൻ വാട്ടറും ധാരാളമായിട്ട് കുടിക്കുക. ഷുഗർ കുറച്ചിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസസും ധാരാളമായിട്ട് കുടിക്കാവുന്നതാണ്. ഇനി മറ്റൊരു കാരണം എന്ന് പറയുന്നത് മൂത്രം ഹോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഈ ഒരു പ്രവണത കൂടുതലായിട്ട് കണ്ടുവരുന്നത് വർക്ക് ചെയ്യുന്ന സ്ത്രീകളിലും അതോടൊപ്പം തന്നെ സ്കൂളിൽ പോകുന്ന പെൺകുട്ടികളിലാണ് കൂടുതലായിട്ട് ഈ ബുദ്ധിമുട്ട് കണ്ടുവരുന്നത്. അവർ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് മൂത്രമൊഴിച്ചതിന് ശേഷം പിന്നെ വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം മാത്രമാണ് യൂറിൻ പാസ് ചെയ്യുന്നത്. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർ കൂടുതലായിട്ട് പറയുന്നത്, ഡോക്ടറെ ഈ പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം, അൺഹൈജീനിക് കണ്ടീഷൻസ് ആണ്, അപ്പോൾ അത് യൂസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം എന്നാണ് അവർ പറയാറ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കണ്ടീഷൻസിൽ നമുക്ക് ഇന്ത്യൻ ടോയ്ലറ്റ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യാം. അതായത് വെസ്റ്റേൺ ടോയ്ലറ്റ്സ് ഒഴിവാക്കി ഇന്ത്യൻ ടോയ്ലറ്റ്സ് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ വെസ്റ്റേൺ ടോയ്ലറ്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എങ്കിൽ ഇത്തരം ആളുകളിൽ അവർക്ക് സാനിറ്റൈസർ സ്പ്രേസ് അവൈലബിൾ ആണ്. അപ്പോൾ ടോയ്ലറ്റ് സീറ്റിൽ ഈ സ്പ്രേസ്, ഈ സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്തിട്ട് അവർക്ക് പബ്ലിക് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഒരിക്കലും മൂത്രം ഹോൾഡ് ചെയ്ത് വെക്കരുത്. പാസ് ചെയ്യാൻ തോന്നുന്ന സമയത്ത് തന്നെ നിങ്ങൾ യൂറിൻ പാസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ബ്ലാഡറിൽ യൂറിൻ കെട്ടി നിന്ന് പ്രത്യേകിച്ചും തുടർച്ചയായി ഇൻഫെക്ഷൻ വരുന്നവരിൽ ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ കാരണമാവും. ഇനി മറ്റൊരു കാരണം എന്ന് പറയുന്നത് സ്ത്രീകളിൽ കാണുന്ന
ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ആണ്. പ്രത്യേകിച്ച് പ്രഗ്നൻസി ടൈമിൽ അല്ലെങ്കിൽ ആർത്തവവിരാമം സംഭവിച്ച സ്ത്രീകളിലൊക്കെ യൂറിനറി ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ആർത്തവവിരാമ സമയത്ത് ഈസ്ട്രജൻ്റെ അളവ് വളരെ കുറവായിരിക്കും. ഈ ഒരു സമയത്ത് യോനിയിൽ പ്രൊട്ടക്റ്റീവായിട്ടുള്ള കുറച്ച് ബാക്ടീരിയാസ് ഉണ്ട്. ഈ ബാക്ടീരിയാസിൻ്റെ അളവും വളരെ കുറവായി കാണും. ഈ ഒരു സമയത്ത് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ വീട്ടിലുണ്ടാക്കിയ തൈര് നിങ്ങളുടെ ഡയറ്റിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ഇത് പ്രൊട്ടക്റ്റീവ് ബാക്ടീരിയാസിൻ്റെ എണ്ണം കൂടുതലാക്കാൻ സഹായിക്കുകയും നിങ്ങളുടെ യൂറിനറി ഇൻഫെക്ഷൻ, തുടർച്ചയായി വരുന്ന യൂറിനറി ഇൻഫെക്ഷൻ തടയാനും സാധിക്കും. അതുപോലെ പ്രഗ്നൻസി ടൈമിൽ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസിനോടൊപ്പം അവർക്ക് ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ചെറിയൊരു ഇൻഫെക്ഷൻ പോലും അത് നല്ലൊരു കോംപ്ലിക്കേഷൻസിലേക്ക് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നല്ലൊരു കോംപ്ലിക്കേഷൻസിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രഗ്നൻസി ടൈമിൽ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ റുട്ടീനായിട്ട് ചെക്ക് ചെയ്യും. പക്ഷേ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് നിങ്ങൾ മെഡിസിൻസ് എടുക്കേണ്ടതാണ്. ഇനി സ്ത്രീകളിൽ നിങ്ങൾ കറക്റ്റ് ഒരു മെൻസ്ട്രൽ ഹൈജീൻ കീപ്പ് ചെയ്യുക. നിങ്ങളുടെ സാനിറ്ററി നാപ്കിൻസ് എല്ലാം ഒരു 6 to 8 hours അല്ലെങ്കിൽ ഒരു 4 to 6 hours ഉള്ളിൽ എന്തായാലും ചേഞ്ച് ചെയ്യേണ്ടതാണ്. സ്ത്രീകളിൽ കാണുന്നൊരു ബുദ്ധിമുട്ടാണ് യൂട്രൈൻ പ്രൊലാപ്സ് അല്ലെങ്കിൽ ഗർഭപാത്രം യോനിയിലേക്ക് തള്ളി വരുന്നൊരവസ്ഥ. ഈ ഒരു പ്രശ്നമുള്ളവരിൽ, ഈ ഒരു ബുദ്ധിമുട്ടുള്ളവരിൽ ഈ യൂറിന് കൂടുതലായിട്ട് ബ്ലാഡറിൽ കെട്ടിക്കിടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അവരിലും യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് തുടർച്ചയായി യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ റൂൾ ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. കാരണം പ്രമേഹം ഉള്ളവരിൽ യൂറിനിൽ ഷുഗർ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. അവർക്ക് ഇൻഫെക്ഷൻസ് പെട്ടെന്ന് തന്നെ ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടോ ഇല്ലേ എന്ന് റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കിഡ്നി സ്റ്റോൺ ഉള്ളവരിലും ഇൻഫെക്ഷൻസ് ഉള്ള ചാൻസ് കൂടുതലാണ്. കിഡ്നി സ്റ്റോൺ ഉള്ളവരിൽ ഇൻഫെക്ഷൻസിനോടൊപ്പം തന്നെ അവർക്ക് ഒരു നടുവേദന, പുറം ഭാഗത്തൊരു വേദന കൂടി കണ്ടുവരാം. അപ്പോൾ അത്തരം ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് സ്കാൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിഡ്നി സ്റ്റോണും മറ്റു ബുദ്ധിമുട്ടുകളും ഇല്ല എന്ന് റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ്. യൂറിനറി ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഒരു വേദന, ചിലരിൽ യൂറിൻ പാസ് ചെയ്യും തുടക്കത്തിൽ തന്നെ ഒരു പെയിന് കാണാം, അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്തതിന് ശേഷം ഒരു പുകച്ചിൽ, നീറ്റൽ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കാണാം. ഇതാണ് മൂത്രത്തിൽ പഴുപ്പിൻ്റെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അടിവയറിൽ വേദന കാണാം. ചിലപ്പോൾ യൂറിൻ്റെ കളറിൽ വ്യത്യാസങ്ങൾ വരാം. നല്ല കോൺസെൻട്രേറ്റഡ് യൂറിനായിട്ടും നല്ല മഞ്ഞ നിറത്തിൽ കാണാം. ചിലരിലാണെങ്കിൽ യൂറിനിൽ ബ്ലഡ് വരെ കണ്ടുവരുന്ന, അത്ര സിവിയർ ഇൻഫെക്ഷൻസിൽ യൂറിനിൽ ബ്ലഡ് വരെ കണ്ടുവരുന്ന അവസ്ഥയുണ്ട്. പിന്നെ അതോടൊപ്പം യൂറിൻ്റെ സ്മെല്ല് കൂടുതലായിട്ട് തോന്നുക. അതുപോലെ ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനുള്ളൊരു ടെൻഡൻസി. ഇനി മൂത്രമൊഴിച്ചാലും അത് ഫുള്ളായിട്ട് പോയിട്ടില്ല, ഫുള്ളായിട്ട് പാസ് ചെയ്ത് തീർന്നില്ല എന്നൊരു സെൻസേഷൻ. ഇതൊക്കെയാണ് ഈ യൂറിനറി ഇൻഫെക്ഷൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ നല്ല സിവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിറയലോടുകൂടിയുള്ള പനി വരും. പനിയുള്ള സമയത്ത് വിറക്കുന്നത് ഈ യൂറിനറി ഇൻഫെക്ഷൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓക്കാനം, ഛർദിൽ, നല്ല ക്ഷീണം ഇതുകൂടെ അനുഭവപ്പെടാം. ഇതൊക്കെയാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങളും അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. ധാരാളമായിട്ട് വെള്ളം കുടിക്കുക, മൂത്രം ഹോൾഡ് ചെയ്യാതിരിക്കുക, അതുപോലെ സ്ത്രീകളിൽ അവരെ മെൻസ്ട്രൽ ഹൈജീന് ശ്രദ്ധിക്കുക. അതുപോലെ ടൈറ്റ് ഇന്നർവേഴ്സ് മാറ്റിയിട്ട് ലൂസായിട്ടുള്ള കോട്ടൺ ഇന്നർവേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ടേഷന് വേണ്ടിയോ താഴെയുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഫാത്തിമ തശ്വിന ഫ്രം ഡോക്ടർ ഹിബ സരോവിയ ക്ലിനിക്, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല.